നമസ്തേ. മതം ചോദിച്ചു, പിന്നെ കലിമ ചൊല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, അറിയില്ല എന്ന് മറുപടി. പിന്നെ നടന്നത് കത്തിക്കുത്ത്. ഈ വാർത്ത കാണുന്ന മലയാളി എന്ന ഞങ്ങളെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, മറിച്ച് തെറ്റ് കണ്ടിട്ടും പ്രതികരിക്കാതെ മതേതരത്വം പറഞ്ഞും ഇതിന്റെ കാരണം RSS ആണ് എന്ന് ബാലൻസ് ചെയ്തും സംസാരിക്കുന്ന ചിലരെയാണ്. ഇത് തന്നെയല്ലേ 2025 ഏപ്രിൽ മാസം 22-ന് പഹൽഗാമിൽ നടന്നത്. അന്ന് 26 സാധാരണക്കാരെയല്ലേ ഇവർ മതം നോക്കി കലിമ ചൊല്ലാൻ പറഞ്ഞ് വെടിവെച്ചു കൊന്നത്. മുംബൈ ലോൺ വൂൾഫ് ആക്രമണം. സുരക്ഷാ ഉദ്യോഗസ്ഥരെ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ നിർബന്ധിച്ചതിന് ശേഷം കുത്തി പരിക്കേൽപ്പിച്ച പ്രതി ISISൽ ചേരാൻ പദ്ധതിയിട്ടിരുന്നതായി സൂചന. മുംബൈയിലെ മീര റോഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മതം ചോദിച്ച് ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പിടിയിലായ 31-കാരൻ ഭീകര സംഘടനയായ ISISൽ ചേരാൻ പദ്ധതിയിട്ടിരുന്നതായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന. പ്രതിയായ സെയ്ദ് സുബൈർ അൻസാരിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതൊരു ലോൺ വൂൾഫ് രീതിയിലുള്ള ആക്രമണമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രതിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ISISൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കൈപ്പടയിലുള്ള കുറിപ്പുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. മീര റോഡിൽ നടത്തിയ ഈ ആക്രമണം തന്റെ ഭീകരപ്രവർത്തനങ്ങളുടെ ആദ്യ പടിയാണെന്ന് അൻസാരി കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിഹാദ്, ഗാസ തുടങ്ങിയ വാക്കുകൾ ഈ കുറിപ്പുകളിൽ പലയിടത്തും ഉപയോഗിച്ചിരുന്നതായും ATS വൃത്തങ്ങൾ അറിയിച്ചു. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മുടെ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കാഫ്യ ധരിച്ചല്ലേ നേതാക്കൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. സംഭവം നടന്നത് ഇങ്ങനെ. തിങ്കളാഴ്ച രാവിലെ മീര റോഡിലെ നയാ നഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. വഴി ചോദിക്കാനെന്ന വ്യാജേന എത്തിയ അൻസാരി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അവരുടെ മതം ചോദിക്കുകയും കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇയാൾ മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ രാജ്കുമാർ മിശ്ര, സുബ്രതു രമേശ് സെൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിൽ മിശ്രയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ വെറും 90 മിനിറ്റിനുള്ളിൽ പ്രതിയെ പോലീസ് പിടികൂടി. ഇതും കൂടി കേൾക്കുമ്പോൾ മലയാളി കണ്ണു തള്ളും. സയൻസ് ബിരുദധാരിയായ അൻസാരി വർഷങ്ങളോളം അമേരിക്കയിലായിരുന്നു. അവിടുത്തെ ജോലി ഉപേക്ഷിച്ചതിനെ തുടർന്ന് 2019 ഇന്ത്യയിലേക്ക് മടങ്ങി. തുടർന്ന് മീര റോഡിൽ തനിച്ച് താമസിച്ച് ഓൺലൈനായി കെമിസ്ട്രി കോച്ചിങ് നൽകി വരികയായിരുന്നു. ഒറ്റപ്പെട്ട താമസത്തിനിടയിൽ ഇന്റർനെറ്റ് വഴിയാണ് ഇയാൾ തീവ്രവാദ ആശയങ്ങളിൽ ആകർഷണനായതെന്ന് കരുതപ്പെടുന്നു. ഇയാൾ വിദേശത്തുള്ള ഏതെങ്കിലും തീവ്രവാദികളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. കൊലപാതക ശ്രമത്തിന് കേസെടുത്ത മഹാരാഷ്ട്ര പോലീസ് ഇപ്പോൾ അന്വേഷണം ATSന് കൈമാറി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ISISലേക്കെന്ന് പറഞ്ഞ് ഒരു ചെറുക്കൻ കത്തികൊണ്ട് ആൾക്കാരെ കൊല്ലാനും പിന്നെ അക്രമങ്ങൾ നടത്താനുമായുള്ള ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിരുന്നുവല്ലോ. അതിന്റെ തനിയാവർത്തനമാണിത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് ഏജൻസികൾ കാണുന്നത്. നാസിക്കിലെ TCSൽ നടന്ന കോർപ്പറേറ്റ് മതം മാറ്റ ഭീകരാക്രമണത്തിന് ശേഷം ഈ മതം ചൊല്ലി ലോൺ വൂൾഫ് ആക്രമണം നടത്തിയത് മഹാരാഷ്ട്രയിലെ സമാധാന അന്തരീക്ഷത്തിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ വൈറ്റ് കോളർ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിലാണ് ഇവർ രണ്ടും നടന്നിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത മറ്റ് ചാനലുകളോ പത്രങ്ങളോ പ്രസിദ്ധീകരിക്കില്ല എന്നറിയാം. ജാഗ്രതയോടെ ഭാരതം. ഇത്തരം രാജ്യവിരുദ്ധ നീക്കങ്ങളെ ഒത്തൊരുമയോടെ നമുക്ക് ചേർക്കാം. അവസാനമായി, എന്താണ് ഈ ലോൺ വൂൾഫ് ആക്രമണം? ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടത്തുന്ന ആക്രമണങ്ങളെയാണ് ലോൺ വൂൾഫ് ആക്രമണം എന്ന് വിളിക്കുന്നത്. ഇവർ സ്വന്തമായ ആശയങ്ങളാൽ പ്രചോദിതരാകുകയും തോക്ക്, കത്തി, വാഹനം തുടങ്ങിയ ലളിതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഇവരുടെ ആസൂത്രണം രഹസ്യമായതിനാൽ കണ്ടെത്താൻ പ്രയാസമാണ്. ലോൺ വൂൾഫ് ആക്രമണങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ ഇവയൊക്കെയാണ്. ഇല്ലാതെ പ്രവർത്തിക്കുന്നു. സ്വയം തീവ്രവാദി. ഇന്റർനെറ്റ് വഴിയോ അല്ലാതെയോ ആശയങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തമായി തീവ്രവാദ ചിന്താഗതികളിലേക്ക് മാറുന്നു. ആസൂത്രണം ഒറ്റയ്ക്കായതിനാൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇവരെ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കില്ല. കണ്ടെത്താൻ പ്രയാസമാണ്. ലളിതമായ ആയുധങ്ങൾ, തോക്ക്, കഠാര, വാഹനം, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് പെട്ടെന്ന് ആക്രമണം നടത്തുന്നു. പരമാവധി ഭീതി പരത്തുകയും മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. അതാണ് പ്രധാന ഉദ്ദേശം.